എന്നാലും നാറിയെന്ന് എന്തിച്ചോ ഇവിടെ ഇങ്ങനെ ഇതിന് വരെ ശബ്ദം ഉണ്ടെന്നാ പറയുന്നത് നിങ്ങളുടെ ചിന്തകൾക്ക് വരെ. ആദ്യം അച്ഛന്റെ എന്നാന്ന് കേൾക്കാതെ ഭയങ്കര സാധാരണ അങ്ങനെ ദേവുവിന് അങ്ങനെ ഇന്നതിന് വിഷമം വന്ന് ഞാൻ കാണാറില്ല. ദേവ് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന ആളാണ്. അല്ലെങ്കിൽ ഇപ്പൊ നമുക്കൊരു എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരാളൊരു കമന്റ് എഴുതി, ദേവുവിന് അങ്ങനെ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ ഇപ്പൊ സ്റ്റേറ്റ് അവാർഡിന്റെ കാര്യം ഉണ്ടായിരുന്നു, അതൊന്നും ദേവുവിനെ ബാധിച്ചതേ ഇല്ല. ദേവു ഒരു പോസിറ്റീവ് തോട്ടിലാണ് പോണത്. ഞാൻ അങ്ങനെ ദേവു പെട്ടെന്ന് അങ്ങനെ സങ്കടപ്പെട്ട് ദേവു എപ്പോഴും ചിരിക്കുന്ന ആളാണ്. ചിരിച്ച മുഖമായിട്ട് ആളുകളോട് ഇടപെടുന്ന ആളാണ്. അതിനിപ്പോ എത്ര പലപ്പോഴും എനിക്ക് തോന്നും ദേവിന് കരയാനാണ് ബുദ്ധിമുട്ട്. ചിലപ്പോ ദേവിന്റെ ഏതെങ്കിലും വീഡിയോകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പക്ഷെ ദേവ് കരഞ്ഞതൊരു 1.5 കരച്ചിലായിരുന്നു ആ മാളികപ്പുറത്തിൽ. എന്റെ അമ്മോ, തകർന്നു പോകുന്ന ഒരു കരച്ചില്. അമ്മയൊക്കെ അത് കണ്ടിട്ട് ഇടക്കിടക്ക് കരയാറുണ്ടോ? നമ്മള് സിനിമ കണ്ടപ്പോ എല്ലാരും ഫുൾ അല്ല, ഏറ്റവും വലിയൊരു കാര്യം പറയാം, ദേവു ശരിക്കും അങ്ങനെ കരഞ്ഞു കാണുന്നത് എപ്പോഴാന്ന് അറിയാം ഞാൻ മാളികപ്പുറം സിനിമ കണ്ടിട്ടാ. അല്ല, ശരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും തിയേറ്റർ വിസിറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാറുണ്ട്. കുറെ ഇതൊക്കെ കഴിഞ്ഞ് ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതേപോലെ ഒരു ദിവസം ട്രിവാൻഡ്രം ചെന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു രാത്രി അന്ന് നൈറ്റ് ഷോ ഇട്ടിട്ടുണ്ട് 11:30. അപ്പൊ ഞങ്ങൾ പറഞ്ഞു എങ്കിൽ പോവാന്ന് പറഞ്ഞു. അപ്പൊ നല്ല ഒരു മാസമായിട്ട് അന്ന് ക്രൗഡ് നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പൊ ഞങ്ങള് ചെന്നു ഇരുന്നു. ദേവ് ഭയങ്കര കാര്യമായിട്ട് അപ്പൊ സിനിമ കണ്ടു തുടങ്ങി. സിനിമ കണ്ട് സവിചേട്ടൻ, അതായത് കല്ലുവിന്റെ അച്ഛൻ മരിക്കുന്ന അറിയാം, ഡബ് ചെയ്തതാണ്, ഫുൾ വായിച്ചതാണ്, ഇത്രയും തിയേറ്റർ വിസിറ്റ് ചെയ്താണ്. അപ്പൊ പ്രീതയുടെ മടിയിലാ ദേവു ഇരിക്കണേ, അല്ല ദേവുവിന്റെ തീറ്റിലിരിക്കണേ. ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോ തൊട്ടപ്പുറത്തെ തീറ്റിലേന്ന് പ്രീതയുടെ മടിയിലേക്ക് കയറി ഭയങ്കരമായിട്ട് കരയണു, ഏങ്ങലടിച്ച് കരയണു. ഇവള് തന്നെ ഭയങ്കരമായിട്ട് കരയണു. ലാസ്റ്റ് പ്രീതയ്ക്ക് ടെൻഷനായി. ഞാൻ വേഗം എന്താടാന്ന് ചോദിച്ചു. ഏങ്ങിയ കരയണം. ഞാൻ അങ്ങനെ ദേവ് കരണം ഞാൻ ആദ്യമായിട്ടാണ്. നമ്മളെ ഒരു നടനല്ലേ നടി അതിഗംഭീരാണെന്ന് പറയണ അവനവന്റെ അഭിനയം കണ്ട് അവനവന് തന്നെ കരച്ചിലൊക്കെ വരികയെന്നൊക്കെ പറയുന്നത് എന്താ അല്ലേ? അല്ല, അത് എനിക്ക് ഈ മാളികപ്പുറത്തിൽ പലപ്പോഴും തോന്നിയെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇരുന്നു എല്ലാ ഫ്രണ്ട്സും കൂടി ഇരുന്നൊരു തമാശ പറഞ്ഞ് ചിരിച്ച് കടന്നു പോയെങ്കിൽ ആ ചിരിച്ച കാര്യങ്ങൾ നമ്മള് മറന്നു പോകും. പക്ഷെ നമ്മുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു കുഞ്ഞു വിഷമം ഉണ്ടെങ്കിൽ നമ്മളത് വീണ്ടും ഓർക്കും. അപ്പൊ എല്ലാവരും ആ ഒരു വിഷമം അത് എല്ലാവരുടെയും വിഷമമായിട്ട് എടുത്തു. അതുകൊണ്ടാണ് ശരിക്കും ആ സിനിമ അത്രയും ഒരു എല്ലാവർക്കും ഫീൽ ചെയ്തത്. സത്യം, അതൊരു ഗംഭീര സിനിമയായിരുന്നു. എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഇനി അതിലും ഗംഭീരമാവട്ടെ സോമന്റെ കൃതാവ് ഇറങ്ങുമ്പോ കേട്ടോ. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. അപ്പോ മുത്തശ്ശി ഉണ്ടാക്കി തരുന്നതിൽ കൊടുത്തതിൽ ദേവൂര് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഏതാണ്? ഞണ്ട്. ചോദിക്കാനുണ്ടോ? ആണല്ലേ, മുത്തശ്ശിയാണോ ഞണ്ട് എക്സ്പെർട്ട്? അമ്മയും മുത്തശ്ശി രണ്ടുപേരും. ആ